ആൻമരിയ കലിപ്പിലാണ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ മിഥുൻ മാനുവൽ തോമസും സണ്ണി വെയിനും വീണ്ടും ഒന്നിച്ച ചിത്രമാണ് അലമാര. ഫുൾ ഓൺ സ്റ്റുഡിയോസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയതാരങ്ങൾ അണിനിരുന്ന അലമാര പൂർണ്ണമായും ഒരു കോമഡി ഫാമിലി എന്റർടൈനറാണ്. ഒറ്റവരിയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥ, അതിന് ലളിതമായ തിരക്കഥ, അതിലും ലളിതമായ മിഥുൻ മാനുവലിന്റെ ആവിഷ്കാരം, കാതടപ്പിക്കുന്ന പശ്ചാത്തല സംഗീതമോ നർമ്മത്തിനായി എഴുതി തീർത്ത രംഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അലമാര പ്രേക്ഷകനെ കയ്യിലെടുക്കുന്നു. സ്വാഭാവിക നർമ്മം നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങളും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ഡയലോഗ് ഡെലിവറി ശൈലിയുമാണ് ഈ മിഥുൻ മാനുവൽ ചിത്രത്തിന്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ചിത്രം വിരസതയില്ലാതെ ഓരോ നിമിഷവും പ്രേക്ഷകനെ സിനിമയ്ക്കൊപ്പം നിർത്തുന്നു. ഏറെ നാളത്തെ ആലോചനകൾക്കും പെണ്ണുകാണലിന് ശേഷം അരുൺ എന്ന യുവാവ് വിവാഹിതനാകുന്നു. വിവാഹത്തിന് ശേഷം നാട്ടുനടപ്പ് പോലെ അടുക്കള കാണൽ ചടങ്ങിന് പെൺവീട്ടുകാർ അരുണിന്റെ വീട്ടിലേക്ക് ഒരു അലമാര നൽകുന്നു. ഈ അലമാര ഉണ്ടാക്കുന്ന ചില പൊല്ലാപ്പുകളും ഇരുവീട്ടിലെയും അംഗങ്ങൾ തമ്മിൽ ഉടലെടുക്കുന്ന ചെറിയ വഴക്കുകളും ഇത് അരുൺ ദിവ്യ ദമ്പതികളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ഹാസ്യത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിച്ചിരിക്കുന്നു അലമാരയിൽ. സണ്ണി വെയിനൊപ്പം രഞ്ജി പണിക്കർ, അജു വർഗീസ്, സൈജു കുറുപ്പ്, മണികണ്ഠൻ, ഇന്ദ്രൻസ്, അതിഥി രവീസ് തുടങ്ങി നീണ്ട താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ. എല്ലാവരുടെയും പ്രകടനം മികച്ചു നിന്നു. രഞ്ജി പണിക്കർക്ക് ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ചിത്രത്തിലേത്. ലളിതമായ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണവും മികച്ചു നിന്നു. രസച്ചരട് ചോരാതെയുള്ള ജോൺ മാന്ത്രിക്കലിന്റെ തിരക്കഥയോട് നീതി പുലർത്തിയ മിഥുൻ മാനുവലിന്റെ ആവിഷ്കാരം കൂടിയായപ്പോൾ തിയേറ്ററിൽ നിലയ്ക്കാത്ത ചിരി ഉണർത്തുന്ന ഒരു ചിത്രമായി മാറുകയാണ് അലമാര. ഒരു നല്ല ഫാമിലി കോമഡി എന്റർടൈനർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ഈ അലമാരയ്ക്ക്. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.